കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത് ഈ ഒരു വാർത്തയിൽ. പ്രസാദ്, വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ നാട്ടുകാർ ഉന്നയിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ രേവതി പറയുന്നത്. എന്താണ് അവരിപ്പോൾ കൂടുതലായി ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ CPM നേതൃത്വവും ഇത് വിശദീകരിക്കുന്നു. അവർ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ നിലപാട് അറിയിക്കുന്നത്. അങ്ങനെ പദ്ധതി അവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അഭിപ്രായം മാനിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ അങ്ങനെയും മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിൽ ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ, അത്തരം സർക്കാരിന്റെ വാദങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് മുഖവിലേക്ക് എടുക്കാനാവില്ല. ഇവിടെ കഞ്ചിക്കോട് മേഖലയിലാണെങ്കിലും എലപ്പുള്ളിയിലാണെങ്കിലും അങ്ങനെയെല്ലാം പറഞ്ഞു വന്നിട്ടുള്ള കമ്പനികൾ പിന്നീട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ആദ്യം അതെല്ലാം പറയുകയും പിന്നീട് ജലക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ മഴവെള്ളം കിട്ടാതിരിക്കുകയോ അതല്ല എങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം കിട്ടാതിരിക്കുകയോ ചെയ്താൽ ഭൂഗർഭജലം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അത് ഇപ്പോൾ പദ്ധതി വരാൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി മാത്രമാണ് അതെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നതുകൂടി അവർ പറയുന്നു. ശരി പ്രസാദ്.